നമസ്കാരം. ഇന്ന് മെഷീൻ ഡ്രോയിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെയറിംഗ് എന്ന് പറയുന്ന പോർഷൻ. നമുക്കറിയാവുന്ന ഒരു സാധനമാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രക്രിയകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബെയറിംഗ്. അത് തിരിയുന്ന പാർട്ടിലായിരുന്നാലും അതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒഴിയുന്ന പാർട്ടികളായാലും ഒക്കെ നമ്മൾ ബെയറിങ്സ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ജേണൽ ബെയറിംഗ് എന്ന് പറയുന്ന സ്റ്റീം എഞ്ചിനും അതുപോലെ തന്നെ ഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബെയറിംഗിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. അതിൻ്റെ പാർട്ടുകൾ, അതിൻ്റെ ഇതാണ് ജേണൽ എന്ന് പറയുന്ന പാർട്സ്, ഇതിൻ്റെ ഹൗസിങ്, ഇത് ഓയിൽ ഒഴിക്കേണ്ട ഭാഗം, ഇത് ക്ലിയറൻസ് ഇതെല്ലാം കാണിച്ചിരിക്കുന്നതാണ്. ഇതിന് സ്പിക്സം, അതിൻ്റെ ജേണൽ ഓർ ഷാഫ്റ്റ് നടക്കായിട്ട് ആയിരിക്കും ഉണ്ടാവും. ഇനി നമ്മളതിൻ്റെ ഒരു അസംബിൾഡ് പോർഷനെ കുറിച്ച് ഒന്ന് ഒരു ആനിമേഷൻ വഴി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് അതിൻ്റെ ബേസ് പോർഷനാണ്. ബേസ് പോർഷൻ കട്ട് ചെയ്ത പോലെ കാണിച്ചിരിക്കുകയാണ്. ഇതതിൻ്റെ ബുഷ് എന്ന് പറയുന്ന ഭാഗം ബോട്ടം ബുഷാണ്. ഈ ബോട്ടം ബുഷിൽ ഇവിടെ ഒരു ചെറിയൊരു പിന്നിടുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ലോട്ട് കാണാം. ബാക്കി ഭാഗം അതിൻ്റെ ബേസ് പോർഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇത് തിരിഞ്ഞു പോകാതിരിക്കണം. ഈ ബുഷ് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പിന്ന് ഉപയോഗിക്കുന്നത്. ഇതാണ് അതിൻ്റെ പിൻ. ഇതിൻ്റെ ടോപ്പ് ഹാഫ് പോർഷനാണ്. ഹാഫ് പോർഷനിൽ സെൻട്രലായിട്ട് ഒരു ഹോളുണ്ട്. ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോൾ. ഇത് സ്റ്റഡാണ്. സ്റ്റഡിൻ്റെ പാർഷൻ ബേസിൽ ഉറയ്ക്കും, മുകളിലത്തെ പാർഷൻ നെറ്റ് ഉപയോഗിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുക. ഇത് അതിൻ്റെ ഹൗസിങ്ങിൻ്റെ കവറിംഗ് ആണ്. ഇവിടെ ഓയിൽ ഒഴിക്കുന്നതിനുള്ള ഒരു പോർഷനുണ്ട്. ഇത് വാഷർ, നെറ്റിൻ്റെ കൂടെ ഒരു വാഷർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ടൈറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് നെറ്റിൻ്റെ കൂടെ വാഷ് യൂസ് ചെയ്യും. ഇത് ഓയിൽ ക്യാപ്പാണ്. ഓയിൽ ക്യാപ്പ് സാധാരണ മേളിൽ കൂടി വെച്ചിട്ടുള്ള ഒരു സാധനം. ഇത് മാറ്റി നമ്മൾ ഓയിലോ അല്ലെങ്കിൽ ഗ്രീസോ എന്താണോ ലൂബ്രിക്കേഷൻ ഉപയോഗിക്കുന്നത് അത് നെറ്റുകൾ, ബുഷുകൾ. ഇതിൽ ഏതെങ്കിലും കാരണവശാൽ കുറേ കാലം ഷാഫ്റ്റ് തിരിഞ്ഞു കഴിയുമ്പോൾ തേയ്മാനം സംഭവിക്കുന്ന എന്ത് സംഭവിക്കും? ഈ പോർഷനിൽ നമ്മൾ സ്ക്രേപ്പിങ്ങോ ഫയലിങ്ങോ നടത്തും. അതിനുശേഷം ഈ ഹാഫ് പോർഷനിലും സ്ക്രേപ്പിംഗ് ഫയലിംഗ് നടത്തിയതിനു ശേഷം ഫിക്സ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ തേയ്മാനം അല്ലെങ്കിൽ അബ്രാഷൻ സംഭവിക്കുന്ന സമയത്ത് വീണ്ടും ഈ ജേണൽ ബെയറിംഗിനെ നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയറൻസ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി അവിടെ ഫയലിങ്ങോ സ്ക്രേപ്പിങ്ങോ ചെയ്യും. ഇതെന്തിനാ ഈ ഹോള് നീട്ടി ഇട്ടിരിക്കുന്നതെന്ന് അറിയാമോ? ബേസിൽ ചെറിയ അലൈൻമെന്റ് ഒക്കെ നടത്തേണ്ടി വരികയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ഹോള് സ്ലോട്ട് പോലെ ഇട്ടിരിക്കുന്നത്. ഇതായിരിക്കും അതിൻ്റെ ഡ്രോയിങ്ങിൽ വരയ്ക്കുന്നത്. ഇത് ഇതിൻ്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ. ഇത് അതിൻ്റെ ഹാച്ച് ചെയ്തിരിക്കുന്ന പിക്ചറാണ്. ഇത് ഹാച്ച് ചെയ്തിരിക്കുന്ന പിക്ചറാണ്. ഇത് ഫുൾ സെഷണൽ എലിവേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. എന്താണ് ഫുൾ സെഷണൽ എലിവേഷൻ? ഇത് ഫുൾ സെഷണൽ എൻഡ് വ്യൂ. ഇത് ടോപ്പ്. ശ്രദ്ധിക്കണം, ഇത് നമ്മൾ തിരിച്ചറിയണം. ഒരേ മെറ്റീരിയൽ ആണെങ്കിലും തിരിച്ചറിയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഹാച്ചിങ് കൊടുക്കും. ഉണ്ടോ? ഓപ്പോസിറ്റ് ഹാച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇനി അതിൻ്റെ സ്പ്ലിറ്റ് അപ്പ് ഡ്രോയിങ്സ് ആണ്. ഇതിൻ്റെ ടോപ്പ് കവറിങ്, ഇത് ബേസ്, പോയിന്റുകൾ അതിൻ്റെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബുഷിങ്, സെക്ഷൻസ്. പിന്നെ സെഷൻ എ എന്ന് പറയുന്നത് ഫുൾ സെഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സെഷൻ എ എന്നൊന്നും കാണിച്ചിരിക്കുന്നു. ഓക്കെ, സെഷൻ CC ഇതാ. ഇവിടെ ഒരു സി ഉണ്ട്, ഇവിടെ ഒരു സി ഉണ്ട്. ഈ ഇതിൽ ഫുൾ സെഷനാണ്. ഫുൾ സെഷൻ CC എന്ന് പറഞ്ഞാൽ സെഷൻ CC എന്ന് പറഞ്ഞാൽ ഇതിനെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കാണിക്കുന്നതാണ് ഫുൾ സെഷൻ CC. ഇതുപോലെ തന്നെ AA എന്ന് പറയുന്നത് സെക്ഷൻ A എന്ന് പറഞ്ഞാൽ ഫുൾ സെഷൻ. ഈ ബുഷിന്റെ ഫുൾ സെഷൻ A ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ BB കാണിച്ചിരിക്കുന്നത്. ഇവിടെ സെക്ഷൻ BB കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഇതതിൻ്റെ ചിത്രമാണ്. ഇത് ഹാഫ് സെഷൻ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഹാഫ് സെഷണൽ എലിവേഷൻ പ്ലാന്റ് നമ്മൾ സാധാരണ സെഷൻ ചെയ്യേണ്ട വരാറില്ല. ഇത് നെക്സ്റ്റ് നമ്മുടെ പോർഷനാണ് പ്ലംബർ ബ്ലോക്ക്. പ്ലംബർ ബ്ലോക്ക് നമ്മൾ പല സ്ഥലത്തും മില്ലുകളിലും ഒക്കെ നമ്മൾ റൈസ് മില്ലൊക്കെ ധാരാളമായിട്ട് കാണുന്നു. ഇനി എന്താണ് പ്ലംബർ ബ്ലോക്കിനകത്തുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. SKF എന്ന് പറയുന്ന കമ്പനിയുടെ സാധനം തന്നെയാണ്.
ഇതൊരു സ്റ്റീൽ ഫാക്ടറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലത്തെ കൺവെയർ ബെൽറ്റുകളും അവിടെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പ്ലംബർ ബ്ലോക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്ന പ്ലംബർ ബ്ലോക്ക് ഉപയോഗിക്കുന്ന ഇത് നമ്മൾ അതിലേക്ക് ഗ്രീസ് നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇത് കൺവെയർ ബെൽറ്റിൽ ഒരുപാട് പ്ലംബർ ബ്ലോക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലംബർ ബ്ലോക്കിനകത്ത് നമ്മൾ ഇതുപോലെയുള്ള മൾട്ടി റോളർ ബെയറിങ്ങുകളോ ബോൾ ബെയറിങ്ങുകളോ നമ്മൾ യൂസ് ചെയ്യും. പ്ലംബർ ബ്ലോക്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബോൾ ബെയറിങ്ങോ മൾട്ടി റോൾ ബെയറിങ്ങോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് എൻ്റെ അസംബ്ലി റിംഗ് ഓയിൽ റിംഗ് ആണ്. ഓയിലോ ഗ്രീസോ നമ്മൾ ഇതിൽ പമ്പ് ചെയ്ത് കൊടുക്കും ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട്. അത് അതിനകത്ത് എന്നിട്ട് ആ ബെയറിങ്ങിലേക്ക് അപ്ലൈ ചെയ്യും. ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഇത്തരം റിസർവയറുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ചിലടത്ത് ഇതുപോലെ സർക്യൂട്ട്സുകളായിരിക്കും ഇതിനകത്ത് ലൂബ്രിക്കേഷൻസ് കൊടുക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ബെയറിങ്സും പ്ലംബർ ബ്ലോക്കുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. എൻ്റെ അസംബ്ലി ഓക്കെ. ഇനി പ്ലംബർ ബ്ലോക്കിൻ്റെ ചിത്രം. സിമ്പിൾ പ്ലംബർ ബ്ലോക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബുഷാണ് ഈ പ്ലംബർ ബ്ലോക്ക് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഗ്യാൻ ബെയറിംഗ് ബ്ലോക്കിന് പകരം ചെറിയൊരു ബുഷ് ടൈപ്പ് ബെയറിംഗ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് 4 സ്റ്റെപ്പ് ബെയറിംഗ്. നമുക്ക് ഡ്രോയിങ്ങിന് നമുക്ക് വരയ്ക്കുമ്പോൾ റോളർ ടൈപ്പോ ബോൾ ടൈപ്പോ ബെയറിംഗ് വരച്ചിട്ട് പ്ലംബർ ബ്ലോക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിലബസ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് വരയ്ക്കാത്തത്. പകരം ഇത് വരയ്ക്കും. പിന്നീട് കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ ഈ നെട്ടും ബോൾട്ടും വരയ്ക്കുന്നതിനെ കുറിച്ച് ഡൗട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് ഈ ഡി ഡയമീറ്റർ തന്നെയായിരിക്കും ഈ ലെങ്ത്. ഇത് 0.5D ആയിരിക്കും, ഇത് 0.5D ആയിരിക്കും, ശ്രദ്ധിക്കണം. പിന്നീട് ഇതിൻ്റെ ആംഗിൾ ഇവിടെ ഈ ഒരു ചാംഫറിങ് ഉണ്ട്. ചാംഫറിങ് വരയ്ക്കേണ്ടത് ഇവിടെ വരയ്ക്കേണ്ടത് 30 ഡിഗ്രിയാണ്. ബാക്കിയുള്ളത് ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ വരെ വരയ്ക്കാൻ. ഇത് വരച്ച് കാണുന്നില്ല, പക്ഷെങ്കിലും അത് വരച്ച് കാണിക്കാം. അടുത്തത് 4 സ്റ്റെപ്പ് ബെയറിംഗ്. ലോഡുള്ള ഒരു ഇതിനകത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ മെറിഗോ റൗണ്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് 4 സ്റ്റെപ്പ് ബെയറിംഗ്. 4 സ്റ്റെപ്പ് ബെയറിംഗിൻ്റെ ഒരു സോളിഡ് പോർഷൻ്റെ ഹാഫ് സെക്ഷണൽ 3 ഡയമെൻഷണൽ പിക്ചറാണ് നമ്മളോട് കാണുന്നത്. ഇത് ഷാഫ്റ്റാണ്, ഇത് ബുഷ്, ഇത് താഴെയായിട്ടൊരു അതിൻ്റെ ഇത് വരുന്ന രീതിയിലുള്ള ഫ്രിക്ഷൻ വരാത്ത രീതിയിലുള്ള പീസ് ഉണ്ട്. ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കും ഈ ബുഷും തിരിയാതിരിക്കാൻ വേണ്ടി ഒരു ഷോക്ക് പിൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ബേസ്. ഈ ബേസ് 4 സ്ക്രൂ നെട്ടും ബോൾട്ട് ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് 4 സ്റ്റെപ്പ് ബെയറിംഗിൻ്റെ ഒരു അനിമേറ്റഡ് ചിത്രം. ഇതാണ് അതിൻ്റെ ബേസ്. 4 സ്റ്റെപ്പ് ബെയറിംഗിൻ്റെ ബേസ് ആണ് കാണുന്നത്. ഇതിനകത്തായിട്ട് ഒരു ബുഷ് ഉണ്ട്. ആ ബുഷ് തിരിയാതിരിക്കുന്നതിനും അതുപോലെ തന്നെ ഡിസ്ക് തിരിയാതിരിക്കുന്നതിനും വേണ്ടിയിട്ടൊരു പിന്ന്, ഒരു വലിയ സ്ലോട്ട് ഉണ്ടാവും. ഇതുപോലെ ഈ ബുഷ് ഇതിലേക്ക് ഇറക്കി വയ്ക്കും. തിരിയാതിരിക്കാൻ വേണ്ടി പിന്നെ ഇവിടെ കാണുന്നുണ്ട്. ഈ പിന്നെ ഇൻസെർട്ട് ചെയ്യും, ഫിക്സ് ചെയ്യും. ഒരു ഹോളുണ്ട്, ബ്ലൈൻഡ് ഹോളാണ്, ത്രൂ ഹോളല്ല, ബ്ലൈൻഡ് ഹോളാണ്. അതിനെ കണക്കാക്കിയ രീതിയിൽ ഈ ഡിസ്കിനകത്തും അതുപോലെ തന്നെ ചെറിയൊരു ഹോൾ കാണും. നടുവശത്തായിട്ട് ചെറിയ ഹോൾ ഉണ്ടാവും. അത് ആ പിന്നിലേക്ക് വരുന്ന രീതിയിൽ ഈ ഡിസ്ക് അതിലേക്ക് ഇറക്കി വയ്ക്കും. ഇതൊക്കെ നോൺ അബ്ലസീവ്, തേയ്മാനം വരാത്ത സ്ഥലത്തുള്ള മെറ്റീരിയൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നീട് ഇതാണ് ഷാഫ്റ്റ്. ഷാഫ്റ്റ് അതിലേക്ക് ഇറക്കി വയ്ക്കുന്നു. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ലൂബ്രിക്കേഷൻ ഇവിടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് ആവശ്യത്തിന് അത് ഇറങ്ങി പോയിക്കൊള്ളും. ഇത് ബുഷ് ഇരിക്കുന്നതിന് വേണ്ടി ഒരു ലോക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്ക്രൂ ചെയ്യും. അങ്ങനെ സംവിധാനമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു 4 സ്റ്റെപ്പ് ബെയറിംഗിന്റെ അസംബ്ലി. ഓക്കെ, നെക്സ്റ്റ് 4 സ്റ്റെപ്പ് ബെയറിംഗിന്റെ ഡ്രോയിങ്. അതിന്റെ ബേസ് ടോപ്പ് വ്യൂ ആണ്. ഹാഫ് സെക്ഷണൽ എലിവേഷൻ വരച്ചിട്ടുണ്ട്. ഇവിടെ തിക്നെസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനിഷിങ് 3 സ്റ്റാർ ആണ്. 3 സ്റ്റാർ ഫിനിഷിങ് പറഞ്ഞിട്ടുണ്ട്. ഈ ഫിനിഷിങ്ങിനെ കുറിച്ച് നമ്മൾ അടുത്ത ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് മാർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മാർക്ക് ചെയ്യണം.
0.125 മില്ലിമീറ്റർ വരെ ആക്യുറസിയുള്ള ഫിനിഷിംഗ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ ചെറിയൊരു ആർക്കിന് ഒരു കുഴിയുണ്ട് ഈ ഡിസ്കിൽ. ഓക്കെ, അതുപോലെ ഈ റോഡ് എൻഡിലും ഒരു ഷാഫ്റ്റിന്റെ എൻഡിലും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ബുഷാണ്, ബുഷിന്റെ സൈഡ് ഫിനിഷിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ടെസ്റ്റിലുള്ള അതേ ഇത് വേണം നിങ്ങൾ വരയ്ക്കാം. ഫസ്റ്റ് ബെയറിങ്ങിന്റെ പിവറ്റ് ബെയറിങ്ങിന്റെ ചിത്രം ടെസ്റ്റിലുള്ളത് നോക്കിയിട്ട് പ്ലാൻ എലിവേഷനും നിങ്ങൾ വരയ്ക്കേണ്ടതുണ്ട്. അടുത്ത സ്റ്റഫിംഗ് ബോക്സ് എന്ന് പറയുന്ന ഭാഗം. ഇത് സ്റ്റീം എഞ്ചിനൊക്കെ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ പമ്പ് സെറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ഭാഗം. അതായത് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ആയിട്ടുള്ള ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റ് ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ ഈ ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ തടസ്സം ഉണ്ടാവാതിരിക്കുകയും ചെയ്യേണ്ട രീതിയിൽ ഒരു സംഗതി സീലാണ് ഈ സ്റ്റഫിംഗ് ബോക്സിലുള്ളത്. അത് ഏതെങ്കിലും കാരണവശാൽ ലീക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ടൈറ്റ് ആക്കുമ്പോൾ, ഈ പാക്കിംഗ് ടൈറ്റ് ആക്കുമ്പോൾ ഈ സീലിംഗ് ടൈറ്റ് ആവുകയും ലീക്ക് ഒഴിവാകുകയും ചെയ്യും. അതോടൊപ്പം അതേ സമയത്ത് ഫ്രിക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രീസ് കൊടുക്കേണ്ട സംവിധാനങ്ങളും സാധാരണ ഉണ്ടാകാറുണ്ട്. ഇതാണ് ഒരു സ്റ്റഫിംഗ് ബോക്സിന്റെ ഒരു മോഡൽ. ഇത് അതിന്റെ ക്ലോസ് സെക്ഷണൽ, ഫുൾ സെക്ഷണൽ എലിവേഷനാണ് കാണിക്കുന്നത് നേരിട്ട് ഫോട്ടോ ആയിട്ട്. ഇത് ഒരു സീലിംഗ് പാക്കിംഗ് റോപ്പാണ്, ഇത് പാക്കിംഗ് റിങ്സ് ആണ്. ഇതൊരു ആസ്പെറ്റോസ് മെറ്റീരിയലും ലെതർ മെറ്റീരിയലും കൂടി ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്ന് ഇവിടെ കൊടുക്കുക. ഇത് എമർജൻസി എയർ റിംഗ്, ഇവിടെ ഓയിൽ റിംഗ്, എയർ റിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് റോഡ് എൻഡ്. ഇത് സ്റ്റഫിംഗ് ബോക്സിന്റെ പാർട്ടിന്റെ ഡിസ്മാൻഡൽ വ്യൂവിന്റെ എലിവേഷൻസും ഹാഫ് സെക്ഷണൽ എലിവേഷനും പ്ലാനുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതതിന്റെ ബേസ്, സ്റ്റഡ്, ഇതിന്റെ ടോപ്പ് പാർഷൻ, ഗ്ലാൻഡ് എന്ന് പറയും. ഗ്ലാൻഡ് ഇതൊക്കെ ബ്രാസ് ആണ്. സാധാരണ ബ്രാസ് നെറ്റൊക്കെ ആയിരിക്കും. ബോഡി കാസ്റ്റേൺ ആയിരിക്കും. അതുപോലെ സ്റ്റഡ് മൈൽഡ് സ്റ്റീലാണ്, നെറ്റ് മൈൽഡ് സ്റ്റീലാണ്. മറ്റേ രണ്ടും ഗ്ലാൻഡും ബുഷും എന്താണ് ബ്രാസ് ആണ്. ഇതതിന്റെ അസംബിൾഡ് ഹാഫ് സെക്ഷണൽ എലിവേഷനും പ്ലാൻ ആണ് വെച്ചിട്ട് സ്റ്റഫിംഗ് ബോക്സ് അസംബിൾ ടെസ്റ്റ് ഉണ്ട്. അത് നോക്കി ഞങ്ങൾ ലൈൻ ഡയഗ്രാം ഞങ്ങളുടെ നോട്ടിലും മറ്റേത് ഷീറ്റിലുമായിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് നോൺ റിട്ടേൺ വാൽവ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്. നോൺ റിട്ടേൺ വാൽവ്, NRV. ഇതൊരു സ്മോൾ ചെറിയ NRV ആണ്. നമുക്ക് വാട്ടർ ഹീറ്ററിലൊക്കെ കൊടുക്കുന്ന സൈസിലുള്ളത്. ഇതൊരു ഹെവി ഡ്യൂട്ടി ടൈപ്പ് NRV ആണ്, നോൺ റിട്ടേൺ വാൽവ് ആണ്. ഇത് ആ ഹെവി ഡ്യൂട്ടി ടൈപ്പിന്റെ ഉൾവശത്തെ കാഴ്ചയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഫ്ലൂയിഡ് വരുന്നത്. വാട്ടറോ ഓയിലോ എന്താവാം. ഇങ്ങോട്ട് വരുമ്പോൾ പ്രവേശിക്കുകയും ഇങ്ങോട്ട് തിരിച്ച് പ്രവേശിപ്പിക്കുക ആണ് എൻ്റെ വാക്കിംഗ്. ഇത് നോൺ റിട്ടേൺ വാൽവിന്റെ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ബോഡി പാർട്ട്. ഇതാണ് ബോഡി, ഫുൾ സെക്ഷൻ എലിവേഷൻ ആണ്. ഇതിൻ്റെ സൈഡ് വ്യൂ. പിന്നെ ഇതതിൻ്റെ വാൽവാണ്. ഇതാണ് വാൽവ്, ഇതിൻ്റെ ബോഡി പാർട്ടാണ്. ഇതിൽ കട്ട് ചെയ്ത പാർട്സാണ് വരച്ചിരിക്കുന്നത്. ഇതതിൻ്റെ മുകളിലത്തെ ക്യാപ്പാണ്, സ്റ്റോപ്പർ കവർ. ഇതിനകത്ത് ഈ പോർഷനാണ് ഇതിന് സ്റ്റോപ്പറായിട്ട് നിൽക്കുന്നത്. ഈ വാൽവ് അങ്ങോട്ട് പൊന്തി പുറത്തേക്ക് പോകില്ല. അതേ സമയത്ത് ഫ്ലൂയിഡ് ഇവിടുന്ന് വരുന്ന സമയത്ത് ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ഫ്ലൂയിഡിനെ പ്രവേശിപ്പിക്കുകയില്ല. അതാണ് ഇതിൻ്റെ പ്രവൃത്തി. ഇത്രയാണ് നമുക്ക് ഇപ്പോൾ ഷീറ്റുകൾ ഇമ്മീഡിയറ്റായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. മറ്റൊന്നും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.